ഇന്നിപ്പോൾ ആറാമത്തെ തവണയാണ്. എനിക്ക് വയ്യ. തളർച്ചയോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിദ്യ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നത്? നമുക്ക് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ. നാളെ ഹേമയെങ്കി വരും. പിന്നൊന്നും നടക്കില്ല. അതിനു മുൻപ് പരമാവധി ആഘോഷിക്കുകയല്ലേ വേണ്ടത്. ഇതിനാഘോഷം എന്നാണോ പറയുന്നത്? ആദിയേട്ടന് വല്ലാത്ത ആക്രാന്തമാണ്. ശരീരമൊക്കെ വേദന എടുക്കുകയാണ്. ആ സമയത്ത് നിർത്താൻ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ മൂട് കയറി നിൽക്കുന്ന സമയത്ത് നിൽക്കാൻ പറഞ്ഞാൽ ആരടി കേൾക്കുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ എഴുന്നേറ്റിരുന്നു. നീ പോവാണോ? നിരാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പിന്നല്ലാതെ, സമയം 3:30 എനിക്ക് ഹോസ്റ്റലിൽ കയറണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. നിനക്ക് 6 മണിയാകുമ്പോഴേക്കും കയറിയ പോരെ? ഒരു റൗണ്ട് കൂടി പോകാനുള്ള സമയമുണ്ട്, പ്ലീസ്. അവൻ കെഞ്ചിക്കൊണ്ട് ചോദിച്ചപ്പോൾ ദേഷ്യമാണ് അവൾക്ക് തോന്നിയത്. ഇനി കിടന്നു തന്നാൽ എഴുന്നേൽക്കാൻ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വയ്യ. അത്രയ്ക്ക് ക്ഷീണമായി ആദ്യേട്ടാ. ഹേമ ചേച്ചി ഇതിനൊന്നും സമ്മതിക്കില്ലേ? ആദ്യേട്ടൻ്റെ ആർത്തി കണ്ടതുകൊണ്ട് ചോദിക്കുന്നത്. ഈർഷ്യയോടെ വസ്ത്രമെടുത്ത് അണിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. അവൾക്കതിന് താല്പര്യമില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ ബെഡ്റൂമിൽ ഇങ്ങനെ സംഗമിക്കുമായിരുന്നു. ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇതിനൊന്നും സമ്മതിക്കാത്തത് കൊണ്ടാണോ എന്നോട് ആദ്യേട്ടൻ സ്നേഹം കാണിച്ചു വന്നത്? അപ്പോൾ ചേച്ചിയെ പെണ്ണുകാണാൻ വന്നപ്പോൾ തന്നെ എന്നെയാണ് ഇഷ്ടമായതെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നോ? അവൾ പരിഭവത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു പോയതിലെ അബദ്ധം പെട്ടെന്ന് അവൻ ഓർമ്മിച്ചത്. അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ അകലാനുള്ള പ്രധാന കാരണം ഇതുകൂടിയാണെന്നാ പറഞ്ഞത്. നിനക്ക് പക്ഷെ ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നീ എത്രയോ വട്ടം രാത്രിയിലെ മുറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഹേമ ഉറക്കിക്കിടത്തി പലതവണ ഞാൻ മുറിയിൽ വന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്ത് തന്നിട്ടുമുണ്ട്. അന്നൊന്നും ചേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല. സ്നേഹത്തോടെ, ശരീരം വേദനിപ്പിക്കാതെ. ഇതിപ്പോൾ കടിച്ചു തിന്നുന്നത് പോലെയാണ്. വെറുതെ അല്ല ചേച്ചി സമ്മതിക്കാത്തത്. അവൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയപ്പോൾ മേശയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു തുടങ്ങിയിരുന്നു ആദി. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഹേമയുമായി പ്രണയത്തിലാവുന്നത്. ഹേമയെ വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഹേമയുടെ അനുജത്തി വിദ്യ പഠിക്കുവാനായി ബാംഗ്ലൂർ നഗരത്തിലെത്തുന്നത്. അവൾക്ക് ഹോസ്റ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നത്. ആ സമയത്താണ് അവളെ വെറുതെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുന്നത്. കുറച്ചധികം ഇളക്കമുള്ളത് കൊണ്ട് തന്നെ വീഴുമെന്ന് ഉറപ്പായിരുന്നു. ഒന്ന് നമ്പറിട്ടപ്പോഴേക്കും പെണ്ണ് കമിഴ്ന്നടിച്ചു വീണു. സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്ന ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. സ്വന്തം ചേച്ചിയോട് അവൾക്ക് തോന്നാത്ത സ്നേഹം തനിക്ക് തോന്നേണ്ടതില്ലെന്ന് ആ നിമിഷം തന്നെ ഉറപ്പിച്ചതാണ്. ഹേമയ്ക്കൊരു പരിധിയിൽ കൂടുതൽ സെക്സിനോട് താല്പര്യമില്ല. വ്യത്യസ്തമായ രീതികളിൽ രാത്രിയിൽ തന്നോടൊപ്പം പെരുമാറാനും അവളില്ല. എന്നാൽ അതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു വിദ്യ. ഇളം പ്രായമായതുകൊണ്ട് തന്നെ എല്ലാം അറിയാൻ പെണ്ണിന് വലിയ താല്പര്യമായിരുന്നു. ഒരിക്കൽ പരസ്പരം ബന്ധപ്പെട്ടതിനു ശേഷം എല്ലാ ദിവസവും അവൾ അതിനായി തന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഹേമയ്ക്ക് ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്താണ് അവളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹേമയെപ്പോലെ ആയിരുന്നില്ല വിദ്യ. ഓരോ കാര്യങ്ങളും മുൻപേ എടുത്ത് ചെയ്യാൻ അവൾക്കറിയാമായിരുന്നു. തനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. ഹേമ എന്നാൽ ഒരിക്കൽ പോലും താൻ മുൻകൈ എടുക്കാതെ കിടപ്പറയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല. എല്ലാം കൊണ്ടും ഹേമയേക്കാൾ നല്ലത് വിദ്യയാണെന്ന് പലതവണ തോന്നിയിരുന്നു. പിന്നീട് ആ ബന്ധം ഒരുപാട് വളർന്നു. ഇതുവരെയും ഹേമയൊന്നും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഹേമ നാട്ടിൽ പോയത്. അതുകൊണ്ടാണ് ധൈര്യമായി ഫ്ലാറ്റിലേക്ക് വിദ്യയെ വിളിച്ചു കയറ്റിയത്. ആദ്യത്തെ 2-3 റൗണ്ട് വളരെ ആക്റ്റീവായി നിന്നവളാണ്. എന്നാൽ നാലാമത്തേത് കഴിഞ്ഞപ്പോഴേക്കും തളർന്നുപോയി. ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് മുറിയിൽ നിന്നും വിദ്യ ഇറങ്ങി വന്നു. ഞാൻ പോവാ ചേട്ടാ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കണേ. ചേച്ചി വരുമ്പോൾ സംശയമൊന്നും തോന്നരുത്. അവളത് പറഞ്ഞപ്പോൾ സമ്മതപൂർവ്വം അവൻ തലയാട്ടിയിരുന്നു. പോകും മുൻപ് അവളെ വലിച്ചു പിടിച്ച് അദ്രങ്ങൾ നുകർന്നെടുത്തിരുന്നു. അവൾ ഇറങ്ങിക്കഴിഞ്ഞ ഫോണിലേക്ക് ഹേമയുടെ കോൾ വന്നു. ഭക്ഷണം കഴിച്ചോന്നറിയാനാണ്. സമയാസമയത്ത് ഇങ്ങനെയൊരു കോൾ അവൾ ഇടയ്ക്ക് വിളിക്കുന്നതാണ്. ഹലോ. ആവശ്യതയോടെ ഫോൺ എടുത്തു. എന്താ ചേട്ടാ, ഒന്നും കഴിച്ചില്ലേ? ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഫോൺ എടുത്ത് ഉടനെ തന്നെ അവൾ തിരക്കി. ഇത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരല്പം കുറ്റബോധം തോന്നാറുണ്ട്. അവളെ താൻ പറ്റിക്കുകയാണല്ലോ എന്ന്. പക്ഷേ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ നിർണ്ണയിക്കാത്ത അവളോട് താൻ ചെയ്യുന്ന അത്ര വലിയ തെറ്റല്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കും ഇഷ്ടം. കഴിച്ചു. ഉറക്കമായിരുന്നു. എഴുന്നേറ്റതേ ഉള്ളൂ. നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടോ. ഇന്ന് വൈകിട്ട് ട്രെയിനിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ആണോ? നീ ധൃതി പിടിച്ച് വരേണ്ടിയിരുന്നില്ല. എൻ്റെ കാര്യം ഓർത്താണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് ആദ്യേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ അവൾ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എന്നെങ്കിൽ പിന്നെ എത്തിയിട്ട് വിളിക്കാം. അവളത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്ത് വേഗം ഓഫീസിലെ ക്ലാരയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ ക്ലാര, താൻ എന്തെടുക്കുക? ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക. എന്താണ് സാർ, ഫ്രീ ആണെന്ന് തോന്നുന്നു. ഫുൾ ഫ്രീ. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോര്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പെൺപിള്ള നാട്ടിൽ പോയിരിക്കുകയാണ്. നാളെ രാവിലെ എത്തും. അതിനു മുൻപ് വേണമെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ആര് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു ക്ലാരയുടെ മുഖവും. ക്ലാര ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ക്ലാര ഒരു ഡിവോഴ്സിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവൻ അതിനനുസരിച്ച രീതിയിൽ ക്ലാരയെ വളയ്ക്കാൻ ശ്രമിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയം മുതലുണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വരുതിയിലാക്കുന്ന സ്വഭാവം. അവരെ എന്ത് വിലയും കൊടുത്ത് തൻ്റെ വലയിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ തനിക്കുണ്ടെന്ന് സ്വന്തമായി തോന്നിയിട്ടുമുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഹേമയും അങ്ങനെയാണ്.
തൻ്റെ വലയിൽ വീഴുന്നത്. പക്ഷേ വിവാഹത്തിന് മുൻപ് തൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ കീഴടക്കണമെന്നുള്ളതൊരു വാശിയായി മാറി. അങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞതോടെ അവൾ സ്നേഹം കൊണ്ട് തന്നെ കൊല്ലുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അവൾക്ക് കാമമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. തൻ്റെ നേർത്ത ചുംബനങ്ങൾ, ഒരു കെട്ടിപ്പിടുത്തം, അതൊക്കെ മതി അവൾക്ക്. പ്രണയത്തോട് സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ വലിയ താല്പര്യമുണ്ട് കാണിക്കുകയുമില്ല. വിദ്യയുടെ വിചാരം തനിക്ക് ഹേമയും വിദ്യയുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാണ്. എന്നാൽ അവൾക്കറിയാത്ത എത്രയോ പേര് തൻ്റെ ലിസ്റ്റിലുണ്ട്. അതിലൊരാൾ മാത്രമാണ് ക്ലാര. ഇനിയുമുണ്ട് വേറെ കുറേ ആളുകൾ. ഇതേ ബെഡ്റൂമിൽ, തൻ്റെ ബെഡിൽ എത്രയോ സ്ത്രീകൾ മാറി മാറി വന്നിരിക്കുന്നു. പക്ഷെ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തനിക്ക് ഹേമ തന്നെയാണ്. അവളെ ഒരിക്കലും താൻ വിട്ടുകളയില്ല. തൻ്റെ കള്ളത്തരങ്ങളൊന്നും അവൾ അറിയരുതെന്ന് മാത്രമാണ് ഉള്ളിലുള്ള പ്രാർത്ഥന. അത്രയും ആലോചിച്ച് ക്ലാരയ്ക്ക് വേണ്ടി ആദ്യ കാത്തിരുന്നു അടുത്ത റൗണ്ടിന് വേണ്ടി. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്